എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് ക്രോയിസന്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള പഫ് പേസ്ട്രി വെച്ചിട്ട് ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പഫ് പേസ്ട്രി അല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാവ് വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുന്നത് 250 മില്ലിയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുന്നത് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ഉപ്പും ഈ പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മാവിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പഫ് പേസ്ട്രി ചെയ്യുന്ന പോലെ അല്ല ഇതിൻ്റെ മാവ്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മാവ് ഇതുപോലെ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. 2 കപ്പിന് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഈസ്റ്റ് മതിയാകും. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ആവണമെങ്കിൽ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നമുക്കൊരു 8 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഏത് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റായിട്ടും പൊടിയിലിട്ട് കൊടുത്താലും മതി. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇതുപോലെ 8 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 മുട്ടയാണ് ചേർക്കുന്നത്. 1-2 മുട്ടകൾ ചേർക്കാം. ഈ മുട്ട നിങ്ങൾ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പകരം അത്രയും എമൗണ്ട് പാലോ ചെറിയ ചൂടുവെള്ളമോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മുട്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഓയിൽ വേണം. ഓയിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉരുക്കിയ വെണ്ണയോ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. അത് 2 ടേബിൾ സ്പൂൺ വേണം. ഇനി നമുക്ക് ഈ കൂട്ട് നമുക്ക് പൊടിയിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉപ്പും മൈദയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെയും പാലിൻ്റെയും ആ കൂട്ടിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് ഒരുപാടങ്ങ് ലൂസല്ല, കുറച്ച് കട്ടിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. 8 മുതൽ 10 മിനിറ്റ് വരെ കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് കുറച്ച് ഹാർഡായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കൈവച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സറിലോ ഒരു 8-10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്, ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിലുള്ളതാണ്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കുഴയ്ക്കുന്ന അതേ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അതിൽ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാൻ പാടായതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതിനി നന്നായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ചൂടുള്ള സ്ഥലത്തേക്ക് വെക്കാം. പ്ലാസ്റ്റിക് റാപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ ടവലോ ഇട്ട് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് അവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെച്ചു. അപ്പം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങിക്കിട്ടി. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്കൊന്നുകൂടെ അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ പഫ് പേസ്ട്രി ഒക്കെ തയ്യാറാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. പഫ് പേസ്ട്രിയിൽ നമ്മൾ ഇതിടില്ല, ഈസ്റ്റ് ഇടില്ല. അതിൽ നമ്മൾ പകരം ബട്ടർ വെച്ചിട്ട് ലെയർ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഒരു ഷേപ്പിലാക്കിയിട്ട് ഈക്വൽ സൈസിലുള്ള ഉരുളകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മാവ് എടുക്കുന്നോ അത്രത്തോളം ഉരുളകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 കപ്പിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ലെയേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മാവ് എടുത്തിട്ട് കൂടുതൽ ഉരുളകളാക്കിയിട്ട് വെക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഉരുളകളാക്കി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോ ഉരുള എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തിന്നായിട്ട് കുറച്ച് വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഉരുളകളെല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ട് കുറച്ച് പൊടി മുകളിലിട്ടിട്ട് നമ്മളിത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ നിരത്തിയിടണം. അപ്പോൾ നമ്മളെല്ലാം പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൽ ബട്ടർ ഉരുക്കിയത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ വെജിറ്റബിൾ ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ബട്ടറാണ്. ശരിക്കുള്ള ഡാനിഷ് പേസ്ട്രിയിൽ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ വെജിറ്റബിൾ ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സെറ്റ് ആവില്ല. അപ്പോൾ ഓരോ ലെയറിലും ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ലെയറും ഇതുപോലെ ബ്രഷ് ചെയ്ത് എടുക്കണം.
ഇവിടെ 10 ഉരുളകളോളം ഉണ്ട്. അപ്പോൾ 10 ലെയർ നമ്മളിതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനത്തതും നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഉരുക്കി തന്നെ ഇതിലേക്ക് ബ്രഷ് ചെയ്യണമെന്നുമില്ല. ബട്ടർ സോഫ്റ്റ് ആയിട്ടായാലും നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഉരുക്കിയിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഈസിയാണ്. ഇനി നമുക്കിത് ഒരു 30 മിനിറ്റ് ഫ്രീസറിൽ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ബട്ടറൊക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് നന്നായിട്ടിത് പരത്തിയെടുക്കാനുള്ള പരുവത്തിൽ കിട്ടും. ഞാനിത് ഒരു ബട്ടർ പേപ്പറിലാക്കി ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്നാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് ഇത് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിയും കുറയ്ക്കേണ്ട, കുറച്ച് കട്ടിയിൽ വേണം അത് പരത്തിയെടുക്കാനായിട്ട്. നല്ലൊരു റൗണ്ടായിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ല റൗണ്ടിൽ തന്നെ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയൊരു നൈഫ് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്യാനായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് നമുക്കിതുപോലെ ഒരു ഇങ്ങനെ കട്ട് ചെയ്യണം, ഞാൻ കാണിക്കുന്ന പോലെ. ഇനി ഒരു പിസ്സ കട്ടറോ ഒരു നൈഫോ വെച്ചിട്ട് നമുക്ക് ഈ ഷേപ്പിൽ ഒരു ട്രയാങ്കിൾ, ത്രികോണ ഷേപ്പിലാണ് നമുക്കിത് വേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഓരോന്നെടുത്തിട്ട് റോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ പകുതി ഇതുപോലെ നമ്മൾ 6 ത്രികോണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സർക്കിളിൻ്റെ പകുതി എടുത്തിട്ട് 6 ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യുക. ഇനി നമ്മൾ ഓരോ ട്രയാങ്കിളും എടുത്തിട്ട് അതിൻ്റെ ബേസിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെക്കാം. നമ്മളിതിന് മുൻപൊരു സ്പാനിഷ് ബ്രെഡ് ചെയ്തിട്ടുണ്ട്. സ്പാനിഷ് ബ്രെഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു അടിപൊളി ഫില്ലിങ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫില്ലിങ് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് വെക്കാം. നമ്മളിവിടെ ചോക്ലേറ്റ് ചിപ്സാണ് ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പം റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ താഴേന്ന് 2 ഭാഗവും അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ആ ചോക്ലേറ്റ് പീസ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ അകത്തേക്ക് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ലെയറുകളുള്ള ക്രോയ്സൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ റോൾ ചെയ്യാം. അപ്പോൾ ഒരുപാട് റോള് കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം ചെറിയൊരു ക്രോയ്സൻ്റാണ്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കിയ മാവ് വെച്ചിട്ട് ചെയ്യുന്നൊരു ക്രോയ്സൻ്റാണ്. അപ്പം ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഫ്ലേക്കി ആയിട്ട് ഒരുപാട് ലെയേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഫ് പേസ്ട്രി വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് ഫില്ലിംഗ് ഒന്നും ഇല്ലാതെ വെറുതെയും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് ട്രേയിൽ നമ്മളിത് നിരത്തിയിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഒന്നുകൂടി ഇതൊന്ന് വലുതായി കിട്ടും. ഇനി മുകളിലായിട്ട് കുറച്ച് എഗ്ഗിൻ്റെ മഞ്ഞ, അതായത് മുട്ടയുടെ മഞ്ഞയും കുറച്ച് പാലും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഇത് അവനിൽ അല്ലാതെ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാം. കുക്കറിൽ നമ്മൾ സാധാരണ കേക്കും കുക്കിയൊക്കെ ചെയ്യുന്ന അതേ രീതിയിലും ഇത് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അവൻ്റെ ഉള്ളിൽ കയറ്റാം. അവൻ നമ്മൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ എടുക്കുന്ന ഓവൻ എന്ന് പറയുന്നത് OTG ഓവനാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവൻ്റെ മിഡിൽ റാക്കിലേക്ക് വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. ബേക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ 15 മുതൽ 20 മിനിറ്റ് വരെ സമയമാണ് എടുത്തിട്ടുള്ളത്. ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ. ഇതിലേക്ക് നമ്മൾ എടുത്ത പാടെ തന്നെ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മെൽറ്റഡ് ബട്ടറാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്ന രീതി വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഫ് പേസ്ട്രി വാങ്ങിക്കാൻ കിട്ടാത്തവർക്ക് തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിതിന് മുൻപ് സ്പാനിഷ് ബ്രെഡ്, അതുപോലെ തന്നെ ഡാനിഷ് പേസ്ട്രി, അങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പേസ്ട്രീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്